ഹലോ, അസ്സലാമു അലൈക്കും. ഇന്ന് ഞാൻ കൊണ്ടുവന്നിട്ടുള്ളത് നല്ല അടിപൊളിയായിട്ടുള്ള പിസയാണ്. ഇതിന് ഓവനൊന്നും വേണ്ട. അതുപോലെ തന്നെ പാൻ ഇല്ലെങ്കിൽ പോലും നമുക്ക് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു കിഡിലും പിസയാണ് കേട്ടോ. അപ്പോൾ നമ്മൾ ഇന്ന് പാൻ വെച്ചിട്ടും പാൻ ഇല്ലാതെയും ഒക്കെ കാണിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഈ പിസേൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ഈ പിസക്ക് കൊടുത്തിട്ടുള്ള ഡോ ഉണ്ടല്ലോ, നല്ല സോഫ്റ്റാണ്. നമുക്ക് ഇത് കഴിക്കുമ്പോൾ തന്നെ മനസ്സിലാവും നല്ല പഞ്ഞി മാതിരി ഇരിക്കണ ഡോ ആണ്. ഇതിൻ്റെ ഫില്ലിംഗ് ആണെങ്കിലും അടിപൊളിയാണ് കഴിക്കാൻ. അപ്പോൾ ഞാൻ എൻ്റേതായ രീതിയിൽ ചെയ്തിട്ടുള്ള ഒരു റെസിപ്പിയാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്യുക, നിങ്ങൾക്ക് ഉറപ്പായിട്ടും 100% ഇഷ്ടമാവും. അപ്പോൾ നമുക്ക് നോക്കാം ഇതെങ്ങനെയാണ് ചെയ്തെടുക്കുന്നതെന്നുള്ളത്. നിങ്ങൾ പെട്ടെന്ന് തന്നെ ട്രൈ ചെയ്യുക. അപ്പോൾ ആദ്യം തന്നെ ഒരു ബൗളിനകത്തോട്ട് ഞാൻ 2 കപ്പ് മൈദ എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ പാൽപ്പൊടി ചേർക്കുന്നുണ്ട്. പാൽപ്പൊടി ഇല്ലെങ്കിൽ ഇളം ചൂട് പാൽ വെച്ച് ഇത് കുഴച്ചെടുത്താലും മതി. പിന്നെ നമ്മൾ 1 ടീസ്പൂൺ ഇൻസ്റ്റൻറ്റ് ഈസ്റ്റ് ചേർക്കുന്നുണ്ട്. സാധാ ഈസ്റ്റ് ആണെങ്കിൽ നമ്മൾ കുതിർത്ത് വെച്ചിട്ട് വേണം ചേർക്കാനായിട്ട്. അപ്പോൾ നമ്മൾ ഇതിലേക്ക് 1.5 ടേബിൾ സ്പൂൺ പഞ്ചസാരയും ആവശ്യത്തിന് ഉപ്പും ചേർത്തിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്കിത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. സാധാ ഈസ്റ്റ് ആണെങ്കിൽ പഞ്ചസാരയും അതുപോലെ തന്നെ ഈസ്റ്റും കുറച്ച് ചൂടുവെള്ളത്തിൽ ഇട്ടിട്ട്, ഇളം ചൂടുവെള്ളത്തിലാണ് ഇട്ടിട്ട് ഒന്ന് മിക്സ് ചെയ്ത് വെക്കുക. ഒരു 10-15 മിനിറ്റ് കഴിയുമ്പോൾ മാവിൽ ചേർത്താൽ മതി. ഇനി ഇതിലേക്ക് ഞാൻ 3 ടേബിൾ സ്പൂൺ ബട്ടർ ഒന്ന് ഉരുക്കിയത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ബട്ടർ കയ്യിലില്ലെങ്കിൽ പകരം ഓയിൽ എടുത്താലും കുഴപ്പമൊന്നുമില്ല. അപ്പോൾ നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. അതിനുശേഷം നമ്മൾ ഇതിനകത്തോട്ട് ഇളം ചൂടുള്ള വെള്ളം ഒഴിച്ചിട്ടാണ് നമ്മളിത് കുഴച്ചെടുക്കുന്നത്. വെള്ളത്തിന് നമ്മൾ കൈ മുക്കുന്ന സമയത്ത് കൈ പൊള്ളാൻ പാടില്ല, അതാണ് ചൂടിൻ്റെ കണക്ക്. അപ്പോൾ പാൽപ്പൊടി ചേർക്കാത്തവരാണെങ്കിൽ ഇളം പാൽ വെച്ചിട്ട്, ഇളം ചൂടുള്ള പാൽ വെച്ചിട്ട് കുഴച്ചെടുക്കുക. അപ്പോൾ നന്നായിട്ട് നമ്മൾ കുഴച്ചെടുക്കുന്നുണ്ട്. നമ്മൾ സാധാ ചപ്പാത്തി കുഴക്കുന്ന പോലെ തന്നെ, പക്ഷെ കുറച്ചും കൂടി നല്ല സോഫ്റ്റായിട്ട്, കുറച്ചും കൂടി ലൂസായിട്ട് വേണം നമ്മൾ കുഴക്കാനായിട്ട്. അപ്പോൾ ആവശ്യത്തിന് വെള്ളം ഒഴിച്ചിട്ട് നമുക്കിത് കുഴച്ചെടുക്കാം. നിങ്ങൾക്ക് വേണമെങ്കിൽ കൗണ്ടർ ടോപ്പിൽ ഇട്ടിട്ട് ചെയ്തെടുത്താലും കുഴപ്പമൊന്നുമില്ല. അപ്പോൾ അത് ഞാൻ നന്നായിട്ട് കുഴച്ചെടുത്തിട്ടുണ്ട്. നല്ല സോഫ്റ്റാണ്. അതുപോലെ തന്നെ കുറച്ച് നമ്മൾ ചപ്പാത്തിനേക്കാൾ കുറച്ചും കൂടി ലൂസായിട്ടാണ് ഉള്ളത്. അപ്പോൾ ഇതിലേക്ക് നമുക്ക് ഒന്ന് എണ്ണ തടവിയിട്ട് ഇത് അടച്ച് വെക്കണം. നമ്മൾ പാത്രത്തിൻ്റെ സൈഡിലൊക്കെ ഒന്ന് നന്നായിട്ട് എണ്ണ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. അങ്ങനെ ആകുമ്പോൾ ഇത് പൊങ്ങുന്ന സമയം നമുക്ക് എടുക്കാൻ എളുപ്പമായിരിക്കും. ഇനി നമ്മളിതൊന്ന് അടച്ച് വെക്കുന്നുണ്ട്. ഏകദേശം ഒരു 1-1.5 മണിക്കൂർ കൊണ്ട് തന്നെ എനിക്ക് പൊങ്ങി കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമുക്കിതൊന്ന് അടച്ച് വെക്കാം. ഇനി ഇതിന് ശേഷം നമ്മൾ ചിക്കൻ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ ഇവിടെ ഏകദേശം ഒരു 200 ഗ്രാം ചിക്കൻ എടുത്തിട്ടുണ്ട്. അപ്പോൾ ബോൺലെസ് ചിക്കനാണ് ഞാൻ എടുത്തിട്ടുള്ളത്. അതിനകത്തോട്ട് 1 ടേബിൾ സ്പൂൺ സോയ സോസ് ചേർത്തിട്ടുണ്ട്. പിന്നെ 1 ടേബിൾ സ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ ചേർക്കുന്നുണ്ട്. അതേപോലെ തന്നെ ഒരു 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി, പിന്നെ അതേപോലെ 2 നുള്ളു മഞ്ഞൾപ്പൊടി, പിന്നെ ആവശ്യത്തിന് ഉപ്പ് ചേർക്കുമ്പോൾ ശ്രദ്ധിക്കുക, നമ്മൾ സോയ സോസ് ചേർത്തിട്ടുള്ളതാണ്, കൂടി പോയത്. അപ്പോൾ നന്നായിട്ട് നമുക്കിനി ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഞാൻ മാരിനേറ്റ് ആവാൻ വെക്കുന്നൊന്നുമില്ല, അപ്പോൾ തന്നെ ഞാൻ ഫ്രൈ ചെയ്തെടുക്കുന്നുണ്ട്. ഇത് ഞാൻ ചെയ്യുന്ന ഒരു സ്റ്റൈൽ പിസയാണ് കേട്ടോ, ഒതൻറ്റിക് ആയിട്ടുള്ള രീതിയൊന്നുമല്ല, പക്ഷെ കഴിച്ച് കഴിഞ്ഞാൽ ഉറപ്പായിട്ട് ഇഷ്ടമാവും. അപ്പോൾ ഇനി നമുക്കിതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഫ്രൈ ചെയ്യാനായിട്ടാണെങ്കിലും ഞാൻ ഒരുപാട് ഓയിലൊന്നും എടുത്തിട്ടില്ല. ഒരു 2 ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ചിട്ട് നമുക്കിതൊന്ന് അടച്ച് വെച്ച് ഫ്രൈ ചെയ്തെടുത്താൽ മതി. അപ്പോൾ നമുക്ക് ചിക്കൻ നല്ല സോഫ്റ്റായിട്ട് കിട്ടും. കഴിക്കുമ്പോൾ കുറച്ചും കൂടി അങ്ങനെയാണ് ടേസ്റ്റ് ഉണ്ടാവുക. അപ്പോൾ ഇത് നമുക്കിനി ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം അടച്ച് വെച്ചിട്ട് ഒന്ന് വേവിച്ചെടുക്കുക. അതിൽ നിന്ന് വെള്ളമൊക്കെ ഇറങ്ങി അതിന് ശേഷം ഒന്ന് ഡ്രൈ ആയിട്ട് കിട്ടണ വരെ നമ്മളിതൊന്ന് വേവിക്കുന്നുണ്ട്. അപ്പോൾ ഒരു 10 മിനിറ്റ് നമുക്ക് അടച്ച് വെക്കാം. ഇപ്പോൾ ഇതിവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. വെള്ളമൊക്കെ ഇറങ്ങി ചിക്കനൊക്കെ വെന്തിട്ടുണ്ട്. ഇനി നമുക്കിത് തുറന്ന് വെച്ചിട്ട് കുറച്ചും കൂടി ഒന്ന് ഡ്രൈ ആക്കി എടുത്താൽ മതി. അത്രയേ ഉള്ളൂ, നമ്മുടെ ചിക്കൻ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇതാണ് അതിൻ്റെ പരുവം. അപ്പോൾ നമുക്കിതങ്ങ് മാറ്റി വെക്കാം. ഇനി നമ്മൾ ചെയ്യുന്നത് സോസ് ഉണ്ടാക്കുകയാണ്. ഇത് നമ്മൾ റെഡിമെയ്ഡായിട്ട് വാങ്ങിക്കാതെ ഇതേപോലെ തന്നെ ഉണ്ടാക്കാൻ നോക്കുക, അപ്പോഴാണ് കൂടുതൽ ടേസ്റ്റ് ഉണ്ടാവുക. അപ്പം നമ്മളിത് അതിന് വേണ്ടിയിട്ട് 1 ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് ഞാൻ ഒരു മീഡിയം സൈസുള്ള സവാള കട്ട് ചെയ്ത് ചേർത്തിട്ടുണ്ട്. എന്നിട്ട് നമുക്കിതൊന്ന് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. അതുപോലെ തന്നെ ഇതിൻ്റെ കൂടെ ഞാനൊരു 4 വെളുത്തുള്ളി ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തതും ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അത് നമുക്കൊന്ന് ചേർത്ത് കൊടുക്കാം. ഇതുകൂടെ ചേർത്തിട്ട് നമുക്കിതൊന്ന് വഴറ്റിയെടുത്താൽ മതി. അപ്പോൾ നമുക്കിനി ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം. അപ്പോൾ പെട്ടെന്ന് നമുക്ക് വഴറ്റി കിട്ടും. അപ്പോൾ നന്നായിട്ട് നമ്മളിതൊന്ന് വഴറ്റിയെടുക്കുക. ഒട്ടും തന്നെ കടിക്കാത്ത പരുവത്തിൽ വേണം വഴറ്റിയെടുക്കാനായിട്ട്. അതിനുശേഷം നമ്മൾ ഇതിനകത്തോട്ട് 2 വലിയ തക്കാളി, നല്ലോണം പഴുത്ത തക്കാളിയാണ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ചെറുതായിട്ട് കട്ട് ചെയ്ത് ചേർത്താൽ മതി. ഇനി നമുക്കിത് മിക്സ് ചെയ്തിട്ട് തക്കാളി നല്ലപോലെ ഒന്ന് ഉടഞ്ഞ് കിട്ടണം. അപ്പോൾ അത്രയും നേരം വേവിക്കുക. അടച്ച് വെച്ച് വേവിക്കുകയാണെങ്കിൽ പെട്ടെന്ന് വെന്ത് കിട്ടും. ഇപ്പോൾ നമ്മുടെ തക്കാളി നന്നായിട്ട് ഉടഞ്ഞ് നല്ലപോലെ വെന്തിട്ടുണ്ട്. ഇനി നമുക്ക് വേണ്ടത് കുറച്ച് ടൊമാറ്റോ സോസാണ്. അപ്പോൾ ഞാനിവിടെ ഒരു 1/2 കപ്പ് ടൊമാറ്റോ സോസ് ഇതിനകത്തോട്ട് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. 1/2 കപ്പിൻ്റെ അടുത്തുണ്ടാവും. എന്നിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഈ സോസിന് ഒരു സ്പെഷ്യൽ ടേസ്റ്റാണ്. ഇത് കഴിക്കുമ്പോൾ തന്നെ നമുക്ക് ആ കറക്റ്റ് ആ ഒരു ഫ്ലേവർ കിട്ടും. അപ്പോൾ ഇനി നമുക്കിതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കാം.
അതേപോലെ തന്നെ നമുക്ക് ഒരു 1/2 ടീസ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുക്കാം. കാശ്മീരിയാണ് ഞാൻ എടുത്തിട്ടുള്ളത്. നന്നായിട്ട് നമുക്കിതൊന്ന് മിക്സ് ചെയ്തെടുക്കാം. നിങ്ങൾക്ക് കുറച്ച് സ്പൈസി ആയിട്ട് വേണമെങ്കിൽ അങ്ങനെ ചെയ്യാം, അല്ലെങ്കിൽ സാധാരണ പോലെ ചെയ്യാം. ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ ഒരുപാട് സ്പൈസി ഒന്നും അല്ല. പിന്നെ ഞാൻ ഇതിനകത്തോട്ട് 1 ടേബിൾ സ്പൂൺ പഞ്ചസാര ചേർത്തിട്ടുണ്ട്. അതേപോലെ തന്നെ 1 ടീസ്പൂൺ ചില്ലി ഫ്ലേക്സ് ചേർത്തിട്ടുണ്ട്. എന്നിട്ട് നമുക്ക് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. ഇനി ഈ സോസ് കുറച്ചും കൂടി ഒന്ന് തിക്കാവണം, എന്നാലേ നമുക്ക് പിസ്സയിൽ നന്നായിട്ട് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാൻ പറ്റുള്ളൂ. അതേപോലെ തന്നെ 1 ടേബിൾ സ്പൂൺ സോയാ സോസും കൂടി ചേർത്തിട്ടുണ്ട്. ഇനി നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് നമുക്കിതൊന്ന് തിക്കാക്കി എടുക്കാം. അപ്പോൾ ഇതിപ്പോൾ അത്യാവശ്യത്തിന് തിക്കായിട്ടുണ്ട്. ഇനി ചൂടാറുന്ന സമയത്ത് കുറച്ചും കൂടി ഒന്ന് കുറുകും. അപ്പോൾ നമുക്ക് തീ അങ്ങ് ഓഫ് ചെയ്യാം. ഇനി നമ്മൾ റെസ്റ്റ് ചെയ്യാൻ വെച്ചിട്ടുള്ള മാവ് ഏകദേശം റെഡി ആയിട്ടുണ്ടാവും. നമുക്കൊന്ന് തുറന്ന് നോക്കാം. അപ്പോൾ നമ്മുടെ മാവ് ഇവിടെ നല്ലപോലെ പൊങ്ങി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് മിക്സ് ചെയ്തിട്ട് ഇതിനെ 2 പോർഷനാക്കി മാറ്റണം. നമുക്ക് ഈ മാവ് വെച്ചിട്ട് 2 പിസ്സയാണ് ഉണ്ടാക്കാൻ പറ്റുന്നത്. 2 പിസ്സ എന്ന് പറഞ്ഞാൽ അത്യാവശ്യം വലുപ്പം ഉണ്ടാവും ഒരു പിസ്സ. അപ്പോൾ ഒരെണ്ണം നമുക്ക് 4 പേർക്ക് സുഖമായിട്ട് കഴിക്കാൻ പറ്റുന്ന ഒരു പരിപാടി ഉണ്ടാവുക. അപ്പോൾ നമുക്ക് ഒരെണ്ണം എടുത്തിട്ട് കറക്റ്റായിട്ടൊന്ന് ഉരുട്ടിയെടുക്കാം. ഇതാദ്യം തന്നെ ഞാൻ കാണിക്കുന്നത് പ്ലേറ്റിൽ വെച്ചിട്ട് എങ്ങനെയാണ് നമ്മൾ ഓവനിൽ ചെയ്യുന്ന പോലെ ബേക്ക് ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ അതിനുവേണ്ടി ഞാനിവിടെ ഒരു പഴയ പ്ലേറ്റാണ് എടുത്തിട്ടുള്ളത്. കാരണം നമ്മൾ ഇതുപോലെ ബേക്ക് ചെയ്യുന്ന സമയത്ത് നല്ലതൊന്നും എടുക്കാത്തതാണ് നല്ലത്. ഇതിലേക്ക് നന്നായിട്ട് ഓയിലൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം നമ്മൾ മാവ് ഇതിനകത്തോട്ട് വെച്ചിട്ട് കൈ വെച്ചിട്ടൊന്ന് പരത്തിയെടുത്താൽ മതി. എല്ലാവരുടെയും ഒരേപോലെ വേണം തിക്നെസ് വരാനായിട്ട്, അത് ശ്രദ്ധിച്ചാൽ മതി. നന്നായിട്ട് ആ പ്ലേറ്റിൻ്റെ സൈസിൽ ഒന്ന് പരത്തിയെടുക്കുക. അപ്പോൾ ഞാനിതേ പരത്തിയെടുത്തിട്ടുണ്ട്. പിന്നെ സൈഡ് ഒന്ന് ഇച്ചിരി പൊങ്ങി കിട്ടാനായിട്ട് ഞാൻ ഇതുപോലെ സൈഡിലൊന്ന് വിരൽ വെച്ചിട്ടൊന്ന് കുത്തി കൊടുക്കുന്നുണ്ട്. ഇങ്ങനെ ചെയ്യണമെന്ന് നിർബന്ധമില്ല. നിങ്ങൾക്ക് വേണമെങ്കിൽ എല്ലാവരുടെയും ഈവണായിട്ട് വരാൻ ഫോർക്ക് വെച്ചിട്ട് കുത്തി കൊടുത്താലും മതി. ഇങ്ങനെ ചെയ്യുമ്പോൾ കാണുമ്പോൾ ഒരു ഭംഗി ഉണ്ടാവും, അത്രേ ഉള്ളൂ. അപ്പോൾ സൈഡൊക്കെ ഒന്ന് ലെവൽ ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഞാൻ ആദ്യമായിട്ട് ചെയ്യുന്നവർക്ക് വേണ്ടിയിട്ടാണ് ഇത്ര ഡീറ്റെയിൽ ആയിട്ട് പറയുന്നത്. ഇനി നമുക്ക് ഫോർക്ക് വെച്ചിട്ട് എല്ലാവരുടെയും ഒന്ന് കുത്തി കൊടുക്കാം. ഫോർക്ക് ഇല്ലെങ്കിൽ കത്തി വെച്ച് കുത്തി കൊടുത്താലും മതി. ഇത് പൊങ്ങി വരാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളിങ്ങനെ ചെയ്യുന്നത്. നന്നായിട്ട് എല്ലാവരുടെയും ഒന്ന് കുത്തി കൊടുക്കുക. അതിനുശേഷം നമ്മൾ ഉണ്ടാക്കി വെച്ചിട്ടില്ല പിസ്സ സോസ് ഉണ്ടല്ലോ, അതിൻ്റെ പകുതി നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. കാരണം നമ്മൾ 2 എണ്ണമാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ പകുതി നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. കുറച്ച് അധികം ചേർത്ത് കൊടുക്കുമ്പോൾ നല്ല ടേസ്റ്റാണ്. അതുകൊണ്ടാണ് പകുതി മൊത്തം ചേർക്കാൻ പറഞ്ഞത്. അതുപോലെ തന്നെ സൈഡിലേക്ക് ആവാതെ ആ ഒരു മിഡിലൊക്കെ വരുന്ന രീതിക്ക് വേണം നമ്മളിത് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാനായിട്ട്. ഒരുപാട് സൈഡിലേക്ക് ആക്കണ്ട, അപ്പോൾ കാണാൻ അത്ര ഭംഗി ഉണ്ടാവില്ല. അപ്പോൾ നന്നായിട്ട് ഞാൻ സ്പ്രെഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഞാൻ ചീസ് കട്ട് ചെയ്തത് ചേർത്ത് കൊടുക്കും. ഞാൻ ഇവിടെ മൊസറല്ലയാണ് മൊത്തമായിട്ട് എടുക്കുന്നത്. അപ്പോൾ നിങ്ങളുടെ കയ്യിൽ ചെഡാർ ഉണ്ടെങ്കിൽ ചെഡാർ ചീസ് കട്ട് ചെയ്ത് വെച്ച് കൊടുക്കാം. അപ്പോൾ ഞാൻ മൊത്തം മൊസറല്ലയാണ് എടുത്തിട്ടുള്ളത്. അതുപോലെ നിങ്ങൾക്ക് ഗ്രേറ്റ് ചെയ്തിട്ട് ചേർക്കണമെങ്കിൽ അങ്ങനെയും ചേർക്കാം. അപ്പോൾ നന്നായിട്ട് ഞാൻ വെച്ച് കൊടുത്തതിന് ശേഷം നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ചിട്ടുള്ള ചിക്കൻ്റെ പകുതി നമ്മൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അത്യാവശ്യം നല്ല പോലെ ഫില്ലിംഗ് ഉണ്ടാവും. ഞാൻ പറഞ്ഞ അളവിലാണ് ചെയ്യുന്നതെങ്കിൽ അതുകൊണ്ട് തന്നെ 4-5 പേർക്ക് ഒരു പിസ്സ സുഖമായിട്ട് കഴിക്കാൻ പറ്റും. പിന്നെ നമ്മൾ ഇതിലേക്ക് സവാള ഒന്ന് ചെറുതായിട്ട് ക്യൂബായിട്ട് കട്ട് ചെയ്തത് കുറച്ച് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതേപോലെ തന്നെ തക്കാളിയുടെ ഉള്ളിലത്തെ കുരുവൊക്കെ കളഞ്ഞിട്ട് അതും ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തത് വെച്ച് കൊടുക്കുന്നുണ്ട്. പിന്നെ നമുക്ക് വേണ്ടത് ക്യാപ്സിക്കാണ്. അത് ഞാൻ റൗണ്ടായിട്ട് കട്ട് ചെയ്തിട്ടാണ് ചേർക്കുന്നത്. അപ്പോൾ ഒരു 3 പീസ് ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിൻ്റെ മുകളിൽ നമ്മൾ ഗ്രേറ്റ് ചെയ്ത് വെച്ചിട്ടില്ല മൊസറല്ല ചീസ് വെച്ച് കൊടുക്കുക. ചീസ് കുറച്ച് അധികം വെച്ച് കൊടുക്കണം, അപ്പോഴാണ് കുറച്ചും കൂടി ടേസ്റ്റ് ഉണ്ടാവുക പിസ്സ കഴിക്കുന്ന സമയത്ത്. എന്നിട്ട് ഇതേപോലെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം ഞാൻ ഒന്ന് ഭംഗിക്ക് വേണ്ടി ഒരു ചെറിയ പീസാക്കിയിട്ട് സവാളയും അതേപോലെ തന്നെ ക്യാപ്സിക്കം, തക്കാളി, പിന്നെ 1-2 പീസ് ചിക്കനും വെച്ചിട്ടുണ്ട്. ഏറ്റവും അവസാനമായിട്ട് നമുക്ക് കുറച്ച് ചില്ലി ഫ്ലേക്സും കൂടി ഇട്ട് കൊടുക്കാം, നമ്മൾ ചുവന്ന മുളക് ക്രഷ് ചെയ്തത്. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ഇനി നമ്മളിത് പ്രീ ഹീറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള ഒരു കടായിക്കകത്തോട്ട് വെച്ച് കൊടുക്കുകയാണ്. അപ്പോൾ ഞാൻ ഓൾറെഡി പഴയ പാനാണ് കേട്ടോ, അത് പ്രീ ഹീറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഒരു 10 മിനിറ്റ് ഉള്ളിലൊരു റിങ് ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഇതിലേക്ക് നമുക്ക് ഇനി ഇത് വെച്ച് കൊടുക്കാം. നിങ്ങളുടെ കയ്യിൽ കടായി ഇല്ലെങ്കിൽ ഇഡ്ഡലി ചെമ്പോ എന്തെടുത്താലും കുഴപ്പമൊന്നുമില്ല. ഇനി ഇത് അടച്ച് വെച്ചിട്ട് നമുക്കൊരു 10-15 മിനിറ്റ് വേവിച്ചെടുക്കണം. അപ്പോൾ ഇതിൻ്റെ ഹോളൊന്ന് നമുക്ക് അടച്ചു കൊടുക്കാം. സമയം കറക്റ്റായിട്ട് പറയുന്നില്ല, ചീസ് നന്നായിട്ട് മെൽറ്റ് ആവണം, അതേപോലെ തന്നെ അതിൻ്റെ ആ മാവ് വേവേം വേണം. അപ്പോൾ അത് നമുക്ക് ലാസ്റ്റ് കറക്റ്റ് സമയം പറയാം. ഇനി നമ്മൾ രണ്ടാമത് ചെയ്യുന്നത് പാനിലാണ്. അപ്പോൾ പാനിൻ്റെ അടിയിലായിട്ട് വെക്കാനായിട്ട് ഞാൻ ഇവിടെ ഒരു തവ വെച്ചിട്ടുണ്ട്. അതിൻ്റെ മുകളിലായിട്ടാണ് ഞാനിത് പാൻ വെച്ചിട്ടുള്ളത്. ബാക്കിയൊക്കെ നമ്മൾ സെയിം തന്നെയാണ് ചെയ്തത്. ഇനി ഇത് അടച്ച് വെച്ചിട്ട് നോർമലായിട്ട് നമുക്ക് വേവിച്ചെടുക്കാം. അപ്പോൾ അടി കരിയില്ല, നല്ല സോഫ്റ്റായിട്ട് നമുക്ക് വെന്ത് കിട്ടും. ഇപ്പം നമ്മൾ ആദ്യം വെച്ചിട്ടുള്ള പ്ലേറ്റിനകത്ത് വെച്ചിട്ടുള്ള പിസ്സ ഉണ്ടല്ലോ, അത് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ റെഡി ആയിട്ടുണ്ടോ എന്ന് അറിയാൻ വേണ്ടിയിട്ട് ഇതൊന്ന് തുറന്നിട്ട് ഇടയ്ക്കൊന്ന് കുത്തി നോക്കിയാൽ ഒരു 10-15 മിനിറ്റ് ആവും എന്തായാലും വേവാനായിട്ട്. പിന്നെ നിങ്ങൾ എടുക്കുന്ന പ്ലേറ്റിൻ്റെ വലുപ്പത്തിനനുസരിച്ച് കുറച്ച് സമയം അങ്ങോട്ടും ഇങ്ങോട്ടും വരാം.
അപ്പോൾ ജസ്റ്റ് നിങ്ങൾ കത്തിയോ അല്ലെങ്കിൽ എന്തെങ്കിലും ടൂത്ത് പിക്കോ ഉണ്ടെങ്കിൽ ഇതുപോലെ ഒന്ന് കുത്തി നോക്കിയാൽ മതി. ഒട്ടി പിടിക്കുന്നില്ലെങ്കിൽ റെഡി ആയിട്ടുണ്ടാവും. പിന്നെ ചൂടാറിയതിന് ശേഷം എടുത്ത് പ്ലേറ്റിനകത്തോട്ട് മാറ്റിയാൽ മതി. അഥവാ നിങ്ങൾ പാനിലാണ് ചെയ്യുന്നുണ്ടെങ്കിൽ പിസ്സ വെന്തോ നോക്കിയിട്ട് വെന്തതിന് ശേഷം തീ ഓഫ് ചെയ്യുക. അതിന് ശേഷം ഒരു പഴയ എന്തെങ്കിലും ഒരു അടപ്പ് വെച്ചിട്ട് ആ പാൻ ഒന്ന് അടച്ച് വെക്കുക. എന്നിട്ട് നമ്മൾ അടിയിൽ വെച്ചിട്ടുള്ള തവയുണ്ടല്ലോ അത് അതിൻ്റെ മുകളിൽ കയറ്റി വെക്കുക. തീ ഓൺ ചെയ്യൊന്നും വേണ്ട. ഒരു 10 മിനിറ്റ് കഴിഞ്ഞിട്ട് തുറന്നാൽ മതി. അപ്പോഴേക്കും അതിൻ്റെ മേൾഭാഗം ചീസൊക്കെ നല്ലപോലെ മെൽറ്റായി നല്ല അടിപൊളിയായിട്ട് കിട്ടും. കണ്ടില്ലേ, നമ്മൾ ഇതേപോലെ ഒന്ന് കുത്തി നോക്കിയാൽ മതി. അപ്പോൾ നിങ്ങൾക്ക് ഏതാണോ കുറച്ചും കൂടി എളുപ്പം ആ ഒരു രീതിക്ക് ചെയ്താൽ മതി. ഞാൻ രണ്ടും കാണിച്ചെന്നേ ഉള്ളൂ, കാരണം പാൻ ഇല്ലാത്തവർക്കും ചെയ്യാൻ പറ്റുന്ന രീതി കാണിച്ചെന്നേ ഉള്ളൂ. രണ്ടിൽ ചെയ്താലും ടേസ്റ്റ് ആണെങ്കിലും അതിൻ്റെ ആ ഒരു ടെക്സ്ചർ ആണെങ്കിലും ഒക്കെ സെയിം ആണ്. അടികരിയോ ഒന്നുമില്ല പാനിൽ ചെയ്താൽ. ഏറ്റവും ലോ ഫ്ലെയിമിൽ തന്നെ ചെയ്യാൻ നോക്കിയാൽ മതി. അപ്പോൾ അതേ ഇനി നമ്മളിതൊന്ന് കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. നല്ല സോഫ്റ്റായിട്ടാണ് ഉള്ളത്. അതുപോലെ തന്നെ നല്ല ചീസി ആയിട്ട് അടിപൊളിയാണ് കഴിക്കാൻ. കണ്ടില്ല, നിങ്ങൾക്ക് എല്ലാവർക്കും ഇത് ഇഷ്ടമായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ഇപ്പം നമ്മൾ കട്ട് ചെയ്തത് നമ്മൾ ആദ്യം ഓവനിൽ ബേക്ക് ചെയ്യുന്ന പോലെ ചെയ്തില്ല, അതാണ് നമ്മൾ കട്ട് ചെയ്തത്. ഇതിൻ്റെ മാവൊക്കെ നല്ല സോഫ്റ്റാണ്, അടിയൊന്നും കരിഞ്ഞിട്ടില്ല. കട്ട് ചെയ്യുമ്പോൾ തന്നെ മനസ്സിലാവുന്നുണ്ടാവും നല്ല സോഫ്റ്റാണ്. ഇനി നമുക്ക് ഇതേപോലെ തന്നെ അടുത്തതൊന്ന് കട്ട് ചെയ്തെടുക്കാം. ഇതാണ് നമ്മൾ പാനിൽ ചെയ്തിട്ടുള്ളത്. ഇതാണെങ്കിലും കാണാൻ ഏകദേശം സെയിം തന്നെയാണ്. അപ്പോൾ ഇനി നമുക്ക് ഇതൊന്ന് കട്ട് ചെയ്ത് നോക്കാം. അപ്പോൾ നമുക്കിതൊരു പീസ് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ ഇതാണെങ്കിലും നമ്മൾ നേരത്തെ കട്ട് ചെയ്ത് അതേപോലെ തന്നെയാണ്, നല്ല സോഫ്റ്റായിട്ടാണ് ഇരിക്കുന്നത്. കണ്ടില്ലേ, ഇതിൻ്റെ അടിവശമാണെങ്കിലും കരിഞ്ഞിട്ടൊന്നും ഇല്ല, കറക്റ്റായിട്ട് ബേക്ക് ആയിട്ടുണ്ട്. നമ്മൾ തീ കൂട്ടി വെക്കുമ്പോഴാണ് പെട്ടെന്ന് അങ്ങ് കരിഞ്ഞു പോകുന്നത്. അപ്പോൾ നമുക്കിനി ഇതും ഒന്ന് കട്ട് ചെയ്ത് നോക്കാം. കണ്ടില്ലേ, നല്ല സോഫ്റ്റായിട്ടാണ് ഇരിക്കുന്നത്. അപ്പോൾ ഇത്രയേ ഉള്ളൂ. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യുക. നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഈ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് കാണാം ഇൻഷാ അല്ലാ. താങ്ക് യു ഫോർ വാച്ചിങ്.